പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുഭവിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, വളരെ നിഗൂഢമായതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു 3 കാര്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ സർവശക്തനായ യേശു ക്രിസ്തു, യേശുനാഥൻ, ദൈവമായ യേശു തന്നെ നമ്മുടെ സംസാരിക്കുന്ന ഭാഗത്തിൽ 2 വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അതിൽ അന്തർലീനമായിരിക്കുന്ന കർത്താവ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്ന അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയായിരുന്നു. അത് ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഏറ്റവും അവസാനത്തെ എഴുതി വെച്ചിരിക്കുന്നത്, കാരണം അതിൻ്റെ കാലഘട്ടത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്, നീ സാഷ്ടാംഗമൊന്ന് പ്രണമിക്കുകയാണെങ്കിൽ, എങ്ങനെ പ്രണമിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ലോകമെല്ലാം തരാം, ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സാധാരണ ദൂരപ്പാനം പറഞ്ഞു വിട്ടു. രണ്ടാമത്തേന് ദേവാലയത്തിൻ്റെ മുകളിൽ പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി പ്രാർത്ഥിച്ച് മുകളിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? നിന്റെ പാദം കെളുത്തിട്ടായിരിക്കും അവർ നിന്റെ കൈകൾ തവള് എന്ന് എഴുതപ്പെട്ടു. യേശു പറഞ്ഞു, നിന്റെ ദൈവകർത്തനെ പരീക്ഷിക്കരുത്. അപ്പോൾ ഇവിടെ പരീക്ഷണം, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവത്തെ നമ്മൾ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പറയും, ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ പ്രാർത്ഥനയെല്ലാം ഫലങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ദൈവം പറഞ്ഞതിൻ്റെ പ്രമാണങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ള പരീക്ഷണം, ദൈവത്തെ നമ്മൾ അങ്ങോട്ട് പരീക്ഷിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും, നമ്മളിങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ 2 എഞ്ചിനുകളെ വേണം എന്ത് ചെയ്യും, ഇതെല്ലാം പരീക്ഷണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ 2025 പശ്ചാത്തലമല്ല, 2026 പശ്ചാത്തലമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റുകൾ ഞാൻ എടുത്തു പറയുന്നത്. ഈ പശ്ചാത്തലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കിയതിന് ശേഷം അത് എന്തിനാണ് എന്നുകൂടി പറഞ്ഞുതരാം. അതായത്, അനന്തരം പിശാചിനെ പരീക്ഷയപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. അവന് പ്രതികരിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ സാത്താൻ ഉള്ളിൽ ആഗ്രഹിച്ചതും സാത്താൻ്റെ ഉള്ളിലെ പദ്ധതിയും എന്തായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മനസ്സിലാക്കുക. അതായത്, സാത്താൻ മനസ്സിലായി യേശു ക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്. യേശു ക്രിസ്തു ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പം, ആ അപ്പം നിത്യജീവൻ്റെ അപ്പമാണ്, മരണത്തെ എടുത്തു മാറ്റുന്ന ഔഷധമാണ്. അപ്പോൾ മരണമെന്ന പിശാചിനെ കൊണ്ടുവരുന്നതും, മരണമെന്ന വിഷത്തെ കൊണ്ടുവരുന്നതും, മരണമെന്ന വേദനയെ കൊണ്ടുവരുന്നതും, മരണത്തെ കൊണ്ടുവരുന്നതും, പൂർണ്ണാവസ്ഥയിൽ മനുഷ്യർ തരുന്നതും സാത്താൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ മരണമെന്ന വിഷത്തെ നശിപ്പിച്ച് അതിന് ജീവൻ പകരുന്നതാക്കി മാറ്റുന്ന ഔഷധമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയുള്ള വസ്തുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രക്രിയയാണ് ഈ യേശു തരുന്ന അപ്പം. അപ്പോൾ ആ അപ്പത്തിക്കൂട്ട് ഒരെണ്ണം ഭക്ഷിച്ചാൽ ഈ സാത്താൻ അമർത്യനാവും എന്ന് പറയുന്നത്, സാത്താനെ പിന്നെ നശിപ്പിക്കാൻ പറ്റാതെ വരും. അത് ആർക്കറിയാം? സാത്താൻ അറിയാം. അപ്പോൾ അങ്ങനെ സാത്താൻ തീരുമാനിക്കുക, അതിൽ നിന്ന് ഒരു അപ്പകഷ്ണം കൂടി കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ, എൻ്റെ മരണത്തെ, എന്നിൽ വസിക്കുന്ന മരണത്തെ എനിക്ക് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ കീഴടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം മനുഷ്യൻ മരിക്കും, ഇവൻ അമർത്യനായിട്ട് നിൽക്കുകയും ചെയ്യും. അത് വിചാരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഈ കല്ലുകളോട് അപ്പം കൽപ്പിക്കുക. അപ്പോൾ കർത്താവ് എന്നെ ചിന്തിക്കും, ശരി, എനിക്കും വിശക്കുന്നില്ല, എന്നാൽ അവനും ചോദിച്ചല്ലേ, അപ്പമല്ലേ, ഭക്ഷണമല്ലേ ചോദിച്ചാൽ, എന്നാൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് യേശു പെട്ടെന്ന്, ശരി, ഈ കല്ലുകൾ അപ്പം കൽപ്പിക്കാൻ, കല്ലേ നീ അപ്പമാകുമെന്ന് യേശു പറയുന്നു. പെട്ടെന്ന് അപ്പം ആകുന്നു. അത് യേശു ഉൽപ്പാദിപ്പിച്ച അപ്പമാണ്. പെട്ടെന്ന് അവൻ ചാടി 2 കഷ്ണം അപ്പം എടുത്ത് തിന്നുന്നു. അവൻ അമർത്യത പാലിക്കുന്നു. അങ്ങനെ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന മരണത്തെ അതിജീവിച്ച് മരണമില്ലാത്തവനാകാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പക്ഷേ കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? അവൻ പ്രതികരിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇത് എപ്പോൾ എഴുതി വെച്ചേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു. ഇന്ന് 2026 ഇരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുക? ഇന്ന് അന്ന് ഈ അപ്പം കിട്ടിയില്ല, സാത്താൻ കിട്ടിയില്ല. ഇന്ന് സാത്താൻ ഈ അപ്പം കിട്ടുന്നുണ്ടോ? ഇന്ന് മനുഷ്യൻ, നമ്മുടെ സഭയിലെ, ആഗോള സഭയിലെ 140 കോടി മനുഷ്യരും, മാർപ്പാപ്പ മുതൽ മെത്രാന്മാർ, കർദിനാൾമാർ, വൈദികർ, ക്രിസ്ത്യാനികൾ അടക്കം എല്ലാവരും മരണത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും
സാത്താന് അപ്പമുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. മനുഷ്യൻ മരണത്തിന് വിധേയനാകുന്നു. സാത്താൻ്റെ മരണം മനുഷ്യൻ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ സഭ ഏറ്റെടുക്കുന്നു. എന്നിട്ട് സഭയിൽ നിന്നും ഈ സാത്താൻ്റെ ആളുകൾ, സാത്താൻ്റെ പക്ഷത്തുള്ളവർ സാത്താൻ തന്നെ അപ്പം ഭക്ഷിച്ച് സാത്താൻ അമർത്തിനാവുകയും ചെയ്യുന്നു. അപ്പം മരണം ഇങ്ങോട്ട് വാങ്ങുന്നു, ജീവൻ അങ്ങോട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഉദാഹരണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ ആ പശ്ചാത്തലത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി. ഇന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്കിങ്ങനെയാണ്, തട്ടിലും പാമ്പ്ളാനിയും രാജിവെക്കാന്ന് പറഞ്ഞ് വലിയൊരു ബോർഡ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നു. കുറേ ആൾക്കാർ പുറകെ തിരിയും കത്തിച്ച് പിടിച്ച് വരുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ വിവാദങ്ങൾക്ക് കാരണമാവുക, ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ് പേരുണ്ടാക്കുക, എന്നിട്ട് കോടതി നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ട് അവിടെ പരിപാടികൾ നടത്തുക, കുർബാന അർപ്പിക്കുക, പട്ടം നൽകുക, ഇങ്ങനെ എല്ലാവിധ ധിക്കാരവും കാണിച്ച്, എല്ലാവിധ തെമ്മാടിത്തരവും കാണിച്ച് ഒരു കുർബാന എന്ന, അല്ലെങ്കിൽ ആ യേശുക്രിസ്തു നിർമ്മിച്ച ആ നിത്യജീവൻ്റെ അപ്പത്തെ നിർമ്മിക്കുന്ന ആ കുർബാന എന്ന കല്ലിൽ തട്ടി വീണ് അവിടെ എന്തു സംഭവിക്കുന്നു? കല്ലുപോലുള്ള ഹൃദയമുള്ള മെത്രാന്മാരും ആളുകളും കല്ലുപോലുള്ള അപ്പത്തെ ഉണ്ടാക്കി അതിനെ ഭക്ഷണമാക്കി കഴിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു? അവരുടെ ഹൃദയം കഠിനമാക്കുന്നു. സാത്താൻ തൻ്റെ ഹൃദയം കഠിനമായിരിക്കുന്ന ഹൃദയത്തെ അപ്പം ഭക്ഷിച്ച് മൃദുലമാക്കാം, നന്മയിലേക്ക് വരാം, അമർത്യമാകാം എന്ന് ചിന്തിച്ചപ്പോൾ അതേ സംഭവം ഇന്നത്തെ സഭയും ജനങ്ങളും എന്തു ചെയ്യുന്നു? മനുഷ്യരുടെ ഹൃദയം കഠിനമാക്കുന്നു, മരണത്തെ സ്വാംശീകരിക്കുന്നു. എന്നിട്ട് ഈ അപ്പം ഉൽപ്പാദിപ്പിച്ച് ആർക്ക് കൊടുക്കുന്നു? സാത്താന് കൊടുക്കുന്നു. സാത്താൻ അമർത്യനായിത്തീരുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? ഈ കുർബാന എന്ന ഈ സംഭവത്തെ ചൊല്ലി ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ ആഭാസങ്ങൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. ഇവിടെ അപ്പം കല്ലുപോലുള്ള അപ്പം, കല്ലുപോലുള്ള വൈദികർ, കല്ലുപോലുള്ള മെത്രാന്മാർ കല്ലുപോലുള്ള അപ്പം സൃഷ്ടിക്കുന്നു. അപ്പത്തിൻ്റെ മൃദുലത അവിടെ നഷ്ടപ്പെടുന്നു. കല്ലുപോലുള്ള അപ്പം സൃഷ്ടിക്കുന്നു, കല്ലുപോലുള്ള അപ്പം തിന്നുന്നു, കല്ലുള്ള ഹൃദയമായി മാറുന്നു, കല്ലുപോലുള്ള മനസ്സായിട്ട് മാറുന്നു. കല്ല് സഭയും കല്ല് കുർബാനയും കല്ല് ക്രിസ്ത്യാനികളും കല്ലപ്പവുമായിട്ട് മാറും. സാത്താൻ അത് മുതലാക്കിയിരുന്ന ആവശ്യാനുസരണം ഇത് കഴിക്കുന്നു, അവൻ അമർത്യത ഭാവിക്കുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണം? വെളിപാടിൻ്റെ പുസ്തകത്തിൽ ചെല്ലുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അവിടെ ഇങ്ങനൊരു വചനമുണ്ട്, അവർ വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷികളോടും പടപരുതി അവനെ കീഴ്പ്പെടുത്താനും അനുവാദം നൽകി. വിശുദ്ധരോട് പടപരുതി അവരെ കീഴ്പ്പെടുത്താൻ അവൻ അനുവാദം നൽകി എന്ന് പറയുന്ന വചനമുണ്ട്. അപ്പോൾ അവിടെ ഇവൻ ഈ അപ്പം ഭക്ഷിച്ചിട്ട് ആരെ കീഴ്പ്പെടുത്തുന്നു? നമ്മുടെ ക്രിസ്ത്യാനിലെ സഭയെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ തന്നെ എഴുതി വെച്ച വചനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഇതാ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിന് 7-ാം തിരുനാൾ, വിശുദ്ധരോട് പടപരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. വിശുദ്ധരാണ് ഒന്ന് ഇസ്രായേൽ ജനം, 2 ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ക്രിസ്ത്യാനി അഥവാ വിശുദ്ധര്, രണ്ടാമത്തെ വിശുദ്ധരുള്ളവരാണ് കത്തോലിക്ക സഭ. അപ്പോൾ സഭയോട് പടപരുതി അവനെ കീഴ്പ്പെടുത്താൻ അവൻ അനുവാദം നൽകിയത് കർത്താവ് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ അതിന് വിധേയപ്പെട്ടു പോയതുകൊണ്ടാണ് കർത്താവ് എന്നെ അനുവദിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന സകലവിധ തെമ്മാടിത്തരത്തിനും ഈ കണ്ട് കർത്താവ് മടുത്തിട്ട് പറയാം, നീ അവന് വിധേയമാകുമെങ്കിൽ അവൻ നിന്നെ തോൽപ്പിക്കട്ടെ, സഭ തോൽക്കട്ടെ സാത്താൻ്റെ മുമ്പിൽ, എന്നിട്ട് നീ തോൽക്ക്, നീ സാത്താന് തോൽക്ക്, സാത്താൻ അടിയറ പറ, സാത്താൻ്റെ കീഴിലാകുക, എന്നിട്ട് നീ അനുഭവിക്കുക എന്ന് കർത്താവ് പറയുന്നത് കൊണ്ടാണ്. അല്ലാതെ ഈ ക്രിസ്ത്യാനിയുടെ പിഴ അശുദ്ധിക്കും ഈ ദുഷ്ടതയും വിട്ടുകൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? സാത്താൻ ഈ അമർത്യമായ അപ്പം കഴിച്ച് അവൻ ജീവൻ പ്രാപിച്ച് സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും ഒറ്റിക്കൊടുത്ത് ക്രിസ്തുവിനെ വീണ്ടും കുരിശിത്തറച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസമിശ്ചി നശിപ്പിച്ച് സഭയെ അടിച്ചു തകർത്ത് മെത്രാന്മാരുടെ ഹൃദയം കല്ലുപോലെയാക്കി, അതിനോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയം കല്ലുപോലെയാക്കി, കുറേ അച്ഛന്മാരുടെ ഹൃദയം കല്ലുപോലെയാക്കി, കല്ലുപോലുള്ള മെത്രാന്മാരും അച്ഛന്മാരും കുർബാന എല്ലി കല്ലുപോലുള്ള അപ്പത്തെ ഉൽപ്പാദിപ്പിച്ച് കല്ലുപോലുള്ള അപ്പം തിന്ന് കല്ല് ഹൃദയമായിട്ട് മാറും. ഇപ്പം സംഭവിക്കുന്ന കാര്യം ഈ പറയുന്നത്. എവിടെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്? നീ ദൈവത്രാണിയിൽ കല്ലുകൾ അപ്പം അറിയുക. അവൻ പ്രതികരിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഏതാണ് ഈ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്ക്? അതാണ് സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ. ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ അതേപടി പാലിക്കാനും അതേപടി ശ്രദ്ധിക്കാനും അതേപടി വായിക്കാനും അതേപടി വായിച്ചത് പ്രായോഗികത്തിൽ കൊണ്ടുവരാനും ആ പ്രായോഗിക തലത്തിൽ സഭ വളരാനും നിലനിൽക്കാനുമാണ് കർത്താവ് ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? കുർബാന എല്ലിക്കൂട്ടുക, കർത്താവിൻ്റെ വചനം വേണ്ട, കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയല്ല. ആ പഠിപ്പിക്കാനായിട്ട് എല്ലാം ഒന്നും അറിയത്തുമില്ല, ഇനി കുറച്ച് അറിയാമെങ്കിൽ അത് പഠിപ്പിക്കത്തുമില്ല. ആ സമയത്ത് എന്തെങ്കിലും സർക്കുലറും വായിച്ചങ്ങനെ രക്ഷപ്പെടും.
അതല്ലേ ഇവിടെ കാണുന്നേ. അപ്പോൾ എന്തോ സംഭവിക്കുക? ഈ കല്ല് പോലുള്ള അപ്പം ഉൽപ്പാദിപ്പിച്ച് തിന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷപ്പെടുമോ? അപ്പോൾ നമ്മളെ ആര് തോൽപ്പിക്കും? സാത്താൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, വേറെ ചോദ്യം ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അല്ലെങ്കിൽ, അതായത് കല്ലപ്പം അല്ല അപ്പം ഉൽപ്പാദിപ്പിക്കുന്നത്, ഒറിജിനൽ അപ്പം, നല്ല യേശുവിൻ്റെ തിരിച്ചൊരു രക്തമാകുന്ന അപ്പമാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന, കുർബാന ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ എന്തു ചെയ്യണം? ഇവർ മാനസാന്തരപ്പെടണമല്ലോ. ഇവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമല്ലോ. അവിടെ അവരെ തമ്മിൽ വിളിച്ച് സ്നേഹിച്ച് ഒരുമിച്ചിരുന്ന് പരസ്പരം മാപ്പ് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് ഈ പ്രശ്നത്തെ പരിഹരിക്കാം. ശരി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? അതുകൂടെ കേട്ട് ഒരുമിച്ചിരുന്ന് ക്രിസ്തുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ വചനത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. കുർബാനയേക്കാളും മഹത്വം കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിനാണ്, ക്രിസ്തുവിനെ കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ സ്നേഹിച്ച് ഒന്നിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പിന്നിപ്പല്ലേ. അപ്പോൾ ഈ കല്ലപ്പം ഉണ്ടാക്കുന്നു, കല്ലപ്പം തിന്നുന്നു, വീണ്ടും കല്ല് പോലത്തെ പ്രവൃത്തി കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചത്? ആര് ജയിച്ചിവിടെ? അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങി അപ്പം ഭക്ഷിച്ച് അവൻ അമർത്യമാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവം ജ്ഞാനി ആയിരുന്നുകൊണ്ടും ദൈവമായിരുന്നുകൊണ്ടും ഇവൻ്റെ പദ്ധതിയെ മനസ്സിലാക്കി അന്ന് അപ്പം ഈ കല്ലുകളുടെ അപ്പം പറഞ്ഞിട്ട് കല്ല് അപ്പമാക്കി കൊടുത്തില്ല, കർത്താവ് കൊടുത്തില്ല. അന്ന് അവന് തിന്നിട്ട് അമർത്യനാകണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. പക്ഷേ ഇന്ന് ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ അവന് ഈ അപ്പം ദൈവത്തിൻ്റെ അപ്പമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ തിരുവോസ്തിയും തിരുവീഞ്ഞും ഇന്ന് അവന് ഭക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഈ 2026 ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ ശക്തനായിത്തീർന്നിട്ട് പറയാണ്, അവൻ വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷിയുള്ള പടപരിധി അവനെ കീഴ്പ്പെടുത്താനും അനുവാദം നൽകി എന്ന് പറയുമ്പോൾ ഇവിടെ ആര് തോറ്റു? നമ്മൾ ഈ യഥാർത്ഥ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലിയെന്നുള്ള നല്ല പ്രശ്നം. അതിനകത്തെ വിശ്വാസനും വിശുദ്ധിയുടെ അളവാണ് പ്രശ്നം. ആ അളവ്, വിശുദ്ധിയുടെ അളവില്ലാതെ, വിശുദ്ധി എന്താണെന്ന് അറിയത്തില്ലാതെ, അതിനകത്തെ ജ്ഞാനം എന്താണെന്ന് അറിയത്തില്ലാതെ ഇവർ തമ്മിലടിച്ച് സഭയെ നശിപ്പിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സാത്താൻ ജയിക്കുക, സാത്താൻ അപ്പം ഭക്ഷിക്കുന്നു, അവൻ അമർത്യനായിത്തീരുന്നു, നമ്മളോ മരണത്തെ ഏറ്റുവാങ്ങുന്നു. ഇതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രിയ സഹോദരരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊരു അതുപോലെ തന്നെ രണ്ടാമത്താണ് ദേവാലയം. AD 70 ജെറുസലേം ദേവാലയം അടിച്ചു തോർത്ത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അതിൽ നിന്ന് പാഠം പഠിച്ചില്ല കത്തോലിക്ക സഭ. എന്നിട്ട് എന്ത് ചെയ്തു? സോളമൻ രാജാവ് പണിതുപോലെ പള്ളിയുടെ മുകളിൽ വലിയ മുഖവാരങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതിനെത്ര കോടാനുകോടികളുമാണ്. എന്നിട്ട് ഓരോരുത്തരും മേലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പവും പൊക്കവും അനുസരിച്ച് ഓരോ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും സഭയുടെ അഹങ്കാരം അങ്ങോട്ട് കൂടിക്കൂടി വന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ന് പൊത്തോന്ന് പറയും താഴടിച്ചാടി. എത്രയാ കേരള സഭയിൽ നടക്കുന്ന എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാമല്ലോ. സഭയ്ക്കുള്ളിൽ നടക്കുന്നത് എന്താണ്? അപ്പോൾ കർത്താവ് പറയാണ്, എന്താ സംഭവിച്ചത്? ദേവാലയത്തിൽ കയറുന്ന ഒരു വ്യക്തിയും ആ ദേവാലയത്തിൻ്റെ പ്രാർത്ഥനയുടെ മഹത്വത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തിയുടെ കയ്യിലും എന്തുണ്ടാവരുത്? മൊബൈൽ ഫോണുണ്ടാവരുത്, സിനിമകൾ കാണരുത്, സീരിയൽ നോക്കരുത്, പത്രമാസിലുണ്ടാവരുത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കരുത്, രാഷ്ട്രീയത്തിൻ്റെ ചിന്തകൾ പാടില്ല. അവിടെ യേശു ക്രിസ്തു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? നീ ദൈവത്തിനാണ് താഴേക്ക് ചാടുക. അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പനയും നിന്റെ പാദം കല്ലിൽ തട്ടാവർക്ക് താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ എന്താ സംഭവിക്കുക? ഞങ്ങൾ എഞ്ചിനീയറിംഗ് കൊണ്ട് നടത്തി, ഞങ്ങൾ അക്കാദമി നടത്തി, ഞങ്ങൾ 1000കണക്കിന് ആൾക്കാരെ വിദേശത്തേക്ക് വിടും. എന്ത് സംഭവിക്കൂടെ? ഒരു ചുക്ക് സംഭവിക്കില്ല. ഞങ്ങൾ കത്തോലിക്ക സഭയുടെ മെത്രാന്മാരാണ്, അച്ഛന്മാരുടെ സഭയാണ്. ഞങ്ങൾ ഇങ്ങനെ കൽപ്പിച്ച് ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു ചുക്ക് സംഭവിക്കില്ല. ക്രിസ്തുവിന് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പരീക്ഷിക്കുകയാണ് ദൈവത്തെ. ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസം, അക്കാദമികൾ, നഴ്സിംഗ് വിദ്യാഭ്യാസം, വലിയ ആശുപത്രികൾ, അതിൻ്റെ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാം കൊണ്ട് കർത്താവിനെ പരീക്ഷിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളിങ്ങനെ ചെയ്താൽ ഞങ്ങളോട് ചോദിക്കാൻ ആരുണ്ട്? ഞങ്ങളെ പരീക്ഷിക്കാൻ ആരുണ്ട്? ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുണ്ട്? ഞങ്ങളെ ചെയ്താൽ യേശു എന്നെ ചെയ്യും? യേശുവിന് ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളാണ് യേശു. ഞങ്ങൾ പറയുന്നത് അപ്പുറത്തേക്ക് യേശു പോലും നിൽക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ദേവാലയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന നടത്തുകയോ കുർബാനയ്ക്കോ അല്ലെങ്കിൽ ധ്യാനമോ ആരാധന എന്ത് പ്രാർത്ഥന നടത്തുന്നാലും നിന്റെ കയ്യിൽ ദൈവത്തെ പരീക്ഷിക്കാൻ ആധുനിക ലോകത്തിലെ ടെക്നോളജീസ് നിൻ്റെ ഉണ്ടാകരുത്. പത്രം വായിക്കരുത്, സിനിമ കാണരുത്, സീരിയൽ നോക്കരുത്, മൊബൈൽ ഫോണിനകത്തിട്ട പൈസ 140 കോടി × 300 സമം കൂട്ടിക്കോ. പ്രിയ സഹോദരനെ, കത്തോലിക്ക സഭയ്ക്കെതിരെ ദൈവത്തെ പരീക്ഷിച്ച ക്രിസ്ത്യാനികൾക്ക് സഭയ്ക്കെതിരെ കർത്താവിൻ്റെ വിധി വരുന്നപ്പോഴായിരിക്കും. 140 കോടി × 300 മാസം, 300 രൂപ ഏറ്റവും ചുരുങ്ങിയ വിസ 500 വെച്ച് കൂട്ടിക്കോ. പലരും 500 വെച്ചിരുന്നില്ല, 600-700 വെച്ച് കിട്ടുന്നവരുണ്ടാവും. 140 കോടി ജനങ്ങൾ 500 രൂപ വെച്ച് ഒരു മാസം കത്തോലിക്ക സഭയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക്, ഈ മൊബൈൽ ഫോണിലേക്ക് പൈസ ഇടുമ്പോൾ, ടെലിവിഷൻ ഉപയോഗിക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ അങ്ങോട്ടിട്ട് കൊടുക്കുന്ന പൈസയെ 140 × 300 വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്ന തുക നിങ്ങളെടുത്ത് വായിച്ചു.
നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് അത് വായിക്കുക, ആ അക്കം വായിക്കുക. 140 കോടിയെ 300 കൊണ്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണ്? അത്രയും പൈസ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന പൈസയാണ്. എന്നാൽ ഇത്രയും പൈസ കത്തോലിക്ക സഭയ്ക്ക് ഇട്ടിട്ട് കത്തോലിക്ക സഭയിലെ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, പിന്നെ അഭിഭാവകർക്ക് വിവാഹം നടത്തി കൊടുക്കുക, അതിനുള്ള കുഞ്ഞുങ്ങൾക്ക് ധനസഹായം നൽകുക, പാവപ്പെട്ട വീട്ടുകാരെ സഹായിക്കുക, അവരുടെ വീട്ടിലേക്ക് റോഡ് വെട്ടി കൊടുക്കുക, അങ്ങനെ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഈ പുറത്തോട്ട് പോകേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഇത്ര കോടാനു കോടി രൂപ എലോൺ മസ്കിനും അതിൻ്റെ സമ്പത്തുള്ളവർക്കും നമ്മൾ ഈ വഴിയിൽ പണം കൊടുത്ത് നമ്മുടെ പണം കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ജനങ്ങൾക്ക് വിദേശത്തേക്ക് ജോലി പോകേണ്ട ആവശ്യമില്ല, ഒരു വിദേശ ഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വിദേശ ഭാഷ പഠനം തന്നെ ദൈവത്തിനും ഏറ്റവും വലിയ തെറ്റാണ്. അതിന് വിധി വരുമ്പോൾ മനസ്സിലാവും. ഇനി മൂന്നാമത്തെ പ്രണമിക്കുക. അവൻ പറഞ്ഞു, നീ എന്നെ സാഷ്ടാംഗം പ്രണമിക്കുക, അപ്പോൾ അങ്ങനെയാണ് ലോകത്തിലെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞേ? നീ അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭയിൽ എന്തൊക്കെ നടക്കുന്നത്? എന്തെല്ലാം അമ്പ് തിരുനാൾ, തൂക്കം പെരുന്നാൾ, അരവണ പായസം പോലത്തെ പായസങ്ങൾ പെരുന്നാൾ, കോഴിപ്പെരുന്നാളുകൾ, ജീവനശൂന്യാളത്തിൻ്റെ തിരുനാളുകൾ, യോസേപ്പ് പിതാവിൻ്റെ മാറി യോസേപ്പ് പിതാവിൻ്റെ പിന്നെ മാതാവിൻ്റെ സെബസ്ത്യാനോസിനെ പറഞ്ഞ് തിരുനാളുകൾ വെക്കുന്നു, ആലോചിക്കുന്നു. അതിനെ നടക്കുന്നു അമ്പ് തിരുനാൾ പറഞ്ഞ അവസാനം രാക്കുളി തിരുനാൾ പറഞ്ഞ ഇവിടെ കുരിശിൻ്റെ പൂഴ്ച പറഞ്ഞ് കുരിശിനെയാണ് പൂഴ്ത്തേണ്ടത്. എവിടെ സഭയുടെ കുറേ തെറ്റിദ്ധാരണകളും സഭയിൽ വന്നു പോയ കുറേ അബദ്ധങ്ങളും തെറ്റുകളും ഇപ്പോൾ അത് മറന്നേക്ക് പുറത്തു വരുമ്പോൾ ഞാനും ബുദ്ധിയും വിവരമുള്ള മനുഷ്യരെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും? അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് കുറയും, വിശുദ്ധിയുടെ അളവ് കുറയും. ദേവാലയത്തോട് താല്പര്യമില്ല, കുടുംബത്തോട് താല്പര്യമില്ല, വൈദ്യരോട് താല്പര്യമില്ല, കൂതാശയോട് താല്പര്യമില്ല, യേശുവിനോട് താല്പര്യമില്ല, വിശുദ്ധിയുടെ ആവശ്യമില്ല, ദേവാലയം കുർബാന വേണ്ട, തകർന്നടിച്ച കുടുംബങ്ങൾ, തകർന്നടിച്ച ദേവാലയങ്ങൾ, തകർന്നടിഞ്ഞ പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്ന ഇന്നത്തെ എറണാകുളത്തെ തമ്മിത്തല്ല്, അടിപിടി, ഗുണ്ടായിസം, തെറിപ്പട, എന്താണ് അവിടെ കാണുന്നത്? തകർന്ന് ശൂന്യമായ സഭയെ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ ആസ്പദമാക്കി ജീവിച്ചില്ല. കുർബാന ചൊല്ലിക്കൂട്ടി, പക്ഷേ കർത്താവ് യേശുവിന്റെ വചനത്തിന് ABCD അറിയില്ല, പഠിപ്പിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുകയുമില്ല. എവിടെയാ സംഭവം? അപ്പോൾ എവിടെയാ? ഇനി ഈ 3 ആശയങ്ങളും ഈ 3 പോയിന്റുകൾ ഞാൻ ഈ 2026 ഊന്നി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സഭയുടെ പരാജയം തൊട്ടുമുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പം ഇത്രയും വലിയ അപകടം സഭയിൽ സംഭവിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മഹത്വം നഷ്ടപ്പെട്ടപ്പോൾ, മറ്റൊന്ന് വിശുദ്ധ നഗരത്തിലെ കുടികൊണ്ടുപോയി നീ ദൈവത്തിനാട് ചാടി പോയപ്പോൾ എന്താ സംഭവിച്ചേ? നിന്റെ ദൈവത്തെ പോലുള്ള പരീക്ഷണം. നമ്മളിങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കുന്നത്? പരീക്ഷിക്കുക, ദൈവത്തെ അങ്ങോട്ട് പരീക്ഷിക്കണം. മൂന്നാമത് നമ്മുടെ അഷ്ടാംഗം, നമ്മുടെ എല്ലാ അംഗങ്ങളും 8 അംഗങ്ങളും അഷ്ടാംഗത്തിൽ എല്ലാ അംഗങ്ങളും നമ്മൾ സാത്താന് അടിയറയും വെച്ചു. ഇന്ന് നമ്മുടെ സ്വന്തമായിട്ട് ഏതെങ്കിലും അംഗം നമ്മുടെ ദൈവത്തിന് സാത്താന് കൊടുക്കാത്ത ഏതെങ്കിലും അവയവം നമുക്കുണ്ടോ? കണ്ണ് എന്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്? കാത് അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? ശരീരം എന്തൊക്കെ ഉപയോഗിക്കുന്നു, ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നു, അതിൻ്റെ വഴിക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ അടക്കുമ്പോൾ എല്ലാവരും പോണ് ആഗോള കത്തോലിക്ക സഭ. അതിനകത്ത് വിരലയിലുണ്ടാവുന്ന ആളുകൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പാവപ്പെട്ടവനുണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ട്, പത്രമാസികൾ വായിക്കാത്തവരുണ്ട്, സിനിമാ തിയേറ്ററിൽ കയറാത്തവരുണ്ട്, ടെലിവിഷൻ ഉപയോഗിക്കാത്തവരുണ്ട്, ചുരിദാർ ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെ ഈ ആധുനിക ലോകത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. സാധാരണ മനുഷ്യർ സ്വന്തമായി വീട്ടിലേക്ക് ഒരു റോഡില്ലാത്തവർ, അത് കൊടുക്കാത്ത ക്രിസ്ത്യാനികൾ, സ്വന്തമായിട്ടൊരു വാഹനം, ഒരു ബൈക്ക് പോലും ഇല്ലാത്തവർ, എത്രയോ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ. അവർ യേശുവേ എന്നവർ മുകളിലേക്ക് നോക്കി, എൻ്റെ ഈശോയെ, എൻ്റെ വീട്ടിലേക്ക് റോഡില്ലല്ലോ, എനിക്ക് സഞ്ചരിക്കാൻ ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ലല്ലോ, എൻ്റെ മകളാരും വിദേശത്തില്ലല്ലോ, അക്കൗണ്ടിലേക്ക് പൈസ തരാൻ എനിക്കൊരു അക്കൗണ്ട് ഇല്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട്. വിരലിലുണ്ടാകുന്ന 10%. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 1% ആളുകൾ എപ്പോഴും കർത്താവ് അവരെ മാറ്റി ഒരുക്കുന്നുണ്ട്. അവർക്ക് സമ്പത്തില്ല, സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, ആരോഗ്യമില്ല, അറിവില്ല, കഴിവില്ല, അവരെ ആർക്കും വേണ്ട, അച്ഛന്മാരെ നേരെ നോക്കുപോലില്ല. അല്ലേലിയ പ്രിയപ്പെട്ട. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഊന്നി പറയാൻ കാരണം, ഇനി ഒരു പ്രത്യേക വചനങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കൊറിന്തോസ്കാരത്തിലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബുധിക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൻ്റെ തൊട്ടു പിന്നാലെ 2026 ഈ വർഷം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ, ജൂൺ മാസമൊക്കെ കഴിയുമ്പോൾ ലോകം പുതിയ യുദ്ധങ്ങളിലേക്ക് പ്രവേശിക്കും. നിന്റെ വിദ്യാഭ്യാസവും, നിന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും, നിന്റെ അഹങ്കാരവും, നിന്റെ ധിക്കാരവും, നിന്റെ വിദേശ ജോലിയും, ആ വിദേശ ജോലി കിട്ടുന്ന പണം കിട്ടുന്ന ആ മേശകളെ കർത്താവ് അടിച്ച് താഴെയിടുമ്പോൾ 10 പൈസ ഇല്ലാതെ നമ്മൾ നരകിക്കുകയും വേദനിക്കുകയും ദുഃഖിക്കുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്ന കാലം തൊട്ടടുത്താണ്. സഭയുടെ നാശവും ലോകത്തിൻ്റെ അവസാനം, ലോകാവസാനം എന്ന സത്യം തുടങ്ങുന്നത് 2026 അവസാന കാലഘട്ടങ്ങളിൽ അത് തുടങ്ങും.
അപ്പോൾ എന്ത് നീ നേടിയോ, എന്ത് സമ്പാദിച്ചോ, എന്തിൻ്റെ പുറകെ ഓടിയോ, എന്ത് സഭ കർത്താവിനെ പരീക്ഷിച്ചോ, എന്ത് വിശുദ്ധി പ്രാപിക്കാതെ ദുഷ്ടതയോടെ ഈ സഭ മുന്നോട്ട് പോയോ, ക്രിസ്ത്യാനി പോയോ, അതിൻ്റെ തിക്തഫലം സർവശക്തനായ ദേവി ഭൂമിയിൽ വെച്ച്, സഭയൊന്നോ മെത്രാനെന്നോ മാർപ്പാപ്പയെന്നോ ആരൊന്നുമില്ല, കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ മുഖം ഒരേപോലെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് തൊട്ടു മുമ്പിലെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമ്പൂർണ്ണ നാശം, ഈ 3 ലക്ഷണം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മൂല്യച്യുതിയും വിശുദ്ധിയും നഷ്ടപ്പെട്ട് കുർബാന എന്ന ആവശ്യത്തെ ചൊല്ലിയുള്ള അടി, അതോടനുബന്ധിച്ചുള്ള വിശ്വാസ തകർച്ച, ഇതെല്ലാം കൂടെ സംഭവിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ നാശം മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, യഥാർത്ഥത്തിൽ എന്തായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, എന്താണ് ദേവാലയങ്ങളിൽ ഒന്നാമത്തെ പോയിന്റ് എടുക്കാം, കല്ലുകളപ്പം കൽപ്പിക്കുക. അപ്പം നമ്മൾ ദേവാലയത്തിൽ വരുന്നു, പിതാവിനും പുത്രനും, പണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് വെച്ചിട്ടായിരുന്നു അച്ഛന്മാർ കുർബാന നടന്നത്. ഇന്നിങ്ങോട്ട് ഓടി അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ അന്നാപ്പസകാ തിരുനാളിയും ഒറ്റ തട്ട തട്ടുന്നത്. ഈ തട്ടിന് ആ കുർബാന ചൊല്ലി അച്ഛനൊക്കെ പോയി, എല്ലാവരും മേടിച്ചിരുന്നു, കാറയിലും കയറി പോയി, ഇത്രയേ ഉള്ളൂ. എന്നാൽ കർത്താവാഗ്രഹം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് 2 മണിക്കൂർ എല്ലാ ദേവാലയം, കേരളത്തിലെ എല്ലാ റീത്തുകളിൽപ്പെട്ട ദേവാലയങ്ങളിലും ആദ്യം ചെയ്യേണ്ടത് 2 മണിക്കൂർ സമയം ഓരോ വചനം എടുത്തു വെച്ച് പഠിക്കണം. അപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ അല്ലെങ്കിൽ സുവിശേഷ ഭാഗങ്ങൾ, അതാണ് സുവിശേഷം 5-ാം അധ്യായം. ജലം കൊടുത്തപ്പോൾ യേശു മലയിലേക്ക് കയറി, അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിലത്തെ ഭാഗ്യവാന്മാർ ആ ഭാവമൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ച് പഠിപ്പിക്കണം. 2 മണിക്കൂർ സമയം 7 മുതൽ 9 മണി വരെ 2 മണി വരെ എല്ലാ ദേവാലയങ്ങളിലും ദൈവവചനം കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷം മുഴുവനും പഠിപ്പിക്കുക, പിന്നെ ലേഖനങ്ങൾ മുഴുവൻ പഠിപ്പിക്കുക, വെളിപാട് മുഴുവൻ പഠിപ്പിക്കുക. അങ്ങനെ യേശുവിൻ്റെ വചനം പഠനത്തിന് ശേഷം ഒരു വിശുദ്ധ ബലി എന്ന് പറയുന്ന സാധനം, ഒരു കുഞ്ഞു കുർബാന എന്ന് പറയുന്ന സാധനം വേണം ചെയ്യാം. അന്നത്തെ കാലത്ത് അപ്പസ്തലപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷ വന്നിരിക്കുന്നത്, കുർബാന എന്നൊരു പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ നോക്കിയാലും കുർബാന എന്നൊരു വാക്കില്ല. അപ്പം മുറിക്കൽ ശുശ്രൂഷ അതേ ആവശ്യമുള്ള മനുഷ്യന്, അതിൻ്റെ ആവശ്യമുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ചടങ്ങിൻ്റെയോ ഈ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തത്തിനൊന്നും ആവശ്യമില്ല. കർത്താവ് ബൈബിൾ എഴുതി വെച്ചെന്തോ അതാണ്. ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ പാലിക്കലാണ് വേണ്ടത്. ഇത് സിനഡിൻ്റെ ആവശ്യങ്ങളോ വലിയ സുനകദോസിൻ്റെ ആവശ്യങ്ങളോ തീരുമാനം ഒരു ആവശ്യമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം. രണ്ടാമത് കത്തോലിക്ക സഭ ഈ യേശുക്രിസ്തു വചനം എഴുതുമ്പോൾ അന്നത്തെ കാലത്ത് ടെലിവിഷനും മൊബൈൽ ഫോണോ പത്രമാസികയോ സിനിമയോ രാഷ്ട്രീയമോ ഒന്നുമില്ല, ബ്ലൂ ഫിലിം ബ്ലാക്ക് ഗ്ലാസ് ഒന്നുമില്ല. അതേ വിശുദ്ധി ഇന്ന് സഭയിൽ വേണം. ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും ഒരു വൈദ്യൻ്റെ മെത്രാൻ്റെയോ അരമനയിലോ പള്ളിമാടുകളിലോ പള്ളിയിലോ കീശയിലോ ഉണ്ടാകാൻ പാടില്ല. മാർപ്പാപ്പായ്ക്ക് വേണമെങ്കിൽ ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേണമെങ്കിൽ അതിന് ഉപദേഷ്ടാക്കൾ ഒരെണ്ണം വെച്ചിട്ട് അധികം വാർത്തകൾ മനസ്സിലാക്കാം. കാരണം അദ്ദേഹം അത്രയും തലപ്പത്തിരിക്കുന്നുണ്ട്. ബാക്കി ആരുടെയും കാര്യം ആവശ്യമില്ല, ഒരു പത്രം വായിക്കേണ്ട ആവശ്യമില്ല, സിനിമ തിയേറ്ററിൽ കാണേണ്ട ആവശ്യമില്ല, ഒരു പരിപാടി ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ടെലിവിഷൻ ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ യേശുക്രിസ്തു ആ കാലത്തുണ്ടായിരുന്നു അതുപോലെ മാത്രമായിരിക്കണം സഭ. ഇനി മൂന്നാമത്തെ കാര്യം, സാഷ്ടാംഗം പ്രണമിക്കുന്നു. നമ്മൾ സാഷ്ടാംഗ കർത്താവിനെ പ്രണമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പ്രണമിക്കാത്ത? അതിനുള്ള ഒന്ന് നമുക്ക് അതിനുള്ള സാഷ്ടാംഗം പ്രണമിക്കാനുള്ള ഇന്ന് ബെഞ്ചിൻ്റെ ഇടയ്ക്ക് ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചാൽ അവൻ്റെ പടലി ഒടിഞ്ഞു പോകും. കുഞ്ഞിട്ടുണ്ട്, കുഞ്ഞാൻ പറ്റില്ലല്ലോ. കർത്താവിൻ്റെ മേലെ വണങ്ങാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ ഒരു ബെഞ്ചും ഇല്ലായിരുന്നു പള്ളിക്കകത്ത്. ഇന്നിങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ എളിയ പള്ളിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ആരുടെ എന്താണെന്ന് പറഞ്ഞിട്ട്. ഏതു ലോകത്താ സഭയുള്ളത്? ഏത് ലോകത്താ ക്രിസ്ത്യാനിയുള്ളത്? ക്രിസ്തുവിനെ പൂജിക്കുന്ന സമയത്ത് സാത്താനെ ദൂരെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കുന്നുണ്ടോ? സാത്താനെ ഓടിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം പ്രണമിച്ച്, നമ്മളെല്ലാ പ്രണാമവും സാത്താന് വേണ്ടിയാണ്. എല്ലാം പ്രണമിച്ച് ആരാധിച്ച്, സാത്താനെ ആരാധിച്ച് എങ്ങനെയൊക്കെ ആരാധിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആരാധിച്ചുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോകത്ത് മാമോനെ തേടി പോവുകയാണ്, ഓടിപ്പോവുകയാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവനെ മാത്രമേ പൂജിക്കാമെന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ എന്തെല്ലാം പൂജിക്കുന്നുണ്ടെന്ന് ഓർത്തിക്കോ. അങ്ങനെ എല്ലാം മനസ്സും ശരീരവും ആത്മാവും, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷം മാറ്റിവെച്ചു. അവനെ പൂജിക്കുന്ന സമയത്ത് മറ്റെന്തെല്ലാം പൂജ നടത്തി. അവനെ മാത്രമേ, അവൻ്റെ വചനത്തെ മാത്രമേ കേൾക്കാമെന്ന് പറയുന്ന സ്ഥലത്ത് അവനെ പരീക്ഷിക്കുന്ന പദ്ധതിയിൽ ആവിഷ്കരിച്ചപ്പോൾ സമ്പൂർണ്ണ നാശം, സമ്പൂർണ്ണമായൊരു ലോകാവസാനം, സമ്പൂർണ്ണമായൊരു യേശുവിൻ്റെ രണ്ടാം വരവ് ഉടൻ പടിവാതിൽ എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടെ. അത്രമാത്രം കർത്താവ് ഈ നാശം റെഡിയാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ 3 കാര്യത്തിലും സഭ പരാജയപ്പെട്ടെന്നും സഭ തോറ്റെന്നും സഭ പരീക്ഷിക്കപ്പെട്ട് നാശത്തിന് വക്കിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി എന്താണുള്ളത്? അതാണ് ഗർഭിണിക്ക് പ്രസവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കും. ഇനി ഒരു ആണവ യുദ്ധത്തോടുകൂടി ലോകം ആഗോള യുദ്ധത്തിൽ പുരുഷിക്കും. 2027 ആഗോള യുദ്ധത്തിൻ്റെ വർഷമാണ്. 2023 യുഗാന്ത്യമാണ്.
പിന്നെ വരുന്നൊരു 45 ദിവസമുണ്ട് ലോകത്ത്. അതാണ് ഗോഗമാഗോ യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഓർത്തിരുന്നോ, മനസ്സിലാക്കിയിരുന്നോ? അതിനാൽ പ്രിയ സഹോദരനെ, ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ പറഞ്ഞ ഒരു സമ്മേളനം, ഒരു വിശുദ്ധ കുർബാന അവസാനത്തിൽ ഒരു കുർബാന എന്ന് പേരിട്ട് കുർബാനയിലാണ് ചൊല്ലിക്കോ. എന്നാൽ ഇവിടെ ആ കുർബാനയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം? വചനം പഠിച്ച്, വചനം ധ്യാനിച്ച്, അതിൻ്റെ അന്തസ്സത്ത് നോക്കി, അതിന് കുമ്പസാരം എന്ന് കുദാശ ഒരുക്കി, കുർബാനയ്ക്ക് മുമ്പ് ദേവാലയത്തിൽ 1 മണിക്കൂർ കുമ്പസാരം നടത്തിയിട്ട്, വചനം പഠിച്ച് കുമ്പസാരം നടത്തിയിട്ട് വേണം കുർബാനയെല്ലാം. എന്നിട്ട് വേണം കുർബാന സ്വീകരിക്കാൻ. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? തലേ ദിവസം എന്തെല്ലാം കണ്ടേച്ച്, എന്തെല്ലാം കേട്ടേച്ച്, എന്തെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം പള്ളിയിലോട്ട് ഇരുന്നുള്ളത്. അച്ഛന്മാരും അതെ, പത്രന്മാരും ക്രിസ്ത്യാനികളും അതെ. അപ്പോൾ സമ്പൂർണ്ണ നാശത്തിന്, സമ്പൂർണ്ണ ശിക്ഷ കർത്താവിൻ്റെ പുറകെ വരുന്നുണ്ട്. അത് അത്രമാത്രം അടുത്തെത്തിയെന്നും അത്രമാത്രം പടിവാതിലെത്തിയെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ കഴിവുള്ള ഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ സഭ അവിടെ എന്തോ വേഷവും കെട്ടിക്കോട്ടെ, അവിടെ ഏത് രീതിയിലും സഭ നിന്നോട്ടെ, അങ്ങോട്ട് നോക്കണ്ട പ്രിയപ്പെട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള കുദാശ സ്വീകരിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരുങ്ങാൻ പറ്റുകയാണ് ഒരുങ്ങുക. ഞാനിപ്പോൾ അങ്ങനെ ഒരുക്കുന്നത്, ഞാൻ ഒരു സമയം നോക്കുന്നില്ല. നമ്മുടെ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുന്നു. ബാക്കി വ്യക്തിപരമായിട്ട് വചനം വായിച്ച് ഞാൻ വ്യക്തമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരൻ്റെ ഒരുക്കം എൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിൽ രൂപാന്തരപ്പെടുത്തി ഞാൻ ആ രീതിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനിയും കൂടുതൽ തീവ്രതയിലേക്ക് വരാൻ പോവുകയാണ്. ഏതാനും മാസങ്ങളോ ഏതാനും ചില കാലഘട്ടങ്ങളോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന മൊബൈൽ ഫോണിൻ്റെ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ച് പുതിയ ജീവിത രീതിയിലേക്ക്, പുതിയ പദ്ധതിയിലേക്ക്, പുതിയ പ്രാർത്ഥനയിലേക്ക്, പുതിയ തപസ്സിലേക്ക്, പുതിയ ഉപവാസത്തിലേക്ക്, പുതിയ പ്രാർത്ഥന രീതിയിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവേശിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ കോഴ്സിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ഇതും എന്നേക്കും ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പുതിയ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് 2026. അതുകൊണ്ടാണ് ആ നാശം എത്രമാത്രം ആസന്നമാണ്, എത്രമാത്രം പടിവാതിൽക്കെത്തുന്ന അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത്രയും സംസാരിച്ചത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, ഒരു യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം നമ്മുടെ ദേവാലയങ്ങളിൽ ഇതുപോലെ പള്ളിപ്പെരുന്നാളിൽ ഒന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ല. യേശുപിതാവ് മാതാവിൻ്റെ ചിത്രങ്ങളൊന്നും വെക്കണം, വിഗ്രഹങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ദേവാലയത്തിൻ്റെ ചണ്ടമേളം പെരുന്നാളൊന്നും ആവശ്യമില്ല. അവനെ മാത്രമേ പൂജിക്കാവൂ. അപ്പോൾ യേശുവിനെ മാത്രമേ യേശുവെ എന്ന് വിളിക്കുക, യേശുവിൻ്റെ വചനം പഠിക്കുക, യേശുവിനെ ആരാധിക്കുക, യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക, യേശു എന്ന വാക്ക് മാത്രം എപ്പോഴും ഉച്ചരിക്കുക. അതിനൊരു തടസ്സമുള്ളൂ, അവനെ മാത്രമേ പൂജിക്കാവൂ. എഴുതി വെച്ച വചനത്തിൽ നിന്ന് വ്യതിചലിച്ച പിന്നെ എന്തു സംഭവിക്കും? അതിൻ്റെ ഫലമാണ് ഇനി വരാൻ പോകുന്നത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന 3 വചനത്തിലെയും നീ ദൈവത്രാളി അപ്പത്തോട് കല്ലോട് അപ്പമാ കൽപ്പിക്കുക, നിന്റെ ദൈവകർത്താവിന് പരീക്ഷ എന്ന് എഴുതിയിട്ടിരിക്കുന്നു, നീ അവനെ മാത്രമേ പൂജിക്കാവൂ. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് പടിവാതിൽക്കളാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുമ്പോടിയായിട്ടുള്ള ആണവയുദ്ധങ്ങളും ഭീകരയുദ്ധങ്ങളും ലോകത്തുടൻ തന്നെ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ വന്നു വരുമ്പോൾ പെട്രോൾ അപ്രത്യക്ഷമാകും, ഭക്ഷണ മാർക്കറ്റുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അത് വലിയ കൊലപാതകത്തിലേക്കും വലിയ തകർച്ചയിലേക്കും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കും വലിയ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് ലോകം പ്രവേശിക്കും. ഗതാഗതത്തെ അത് സാരമായി ബാധിക്കും. ഗതാഗതങ്ങൾ നിന്നു പോവുകയോ ഇല്ലാണ്ടായി പോവുകയോ ചെയ്യും. അതോടനുബന്ധിച്ച് ലോകത്തിൻ്റെ ഗതി താറുമാറാകും. അത് നമ്മൾ ഇന്ന് വരെ സമ്പാദിച്ചു വഴി നമ്മുടെ നഷ്ടമാകും. നമ്മൾ നിരാശയും ദുഃഖം കൊണ്ട് നിറയും. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അനേകാര്യങ്ങൾ മരിച്ചു വീഴും. അതോടനുബന്ധിച്ച് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും. ഇതെല്ലാം പടിവാതിലാണ്. 2026 അവസാനവും 2027 ആദ്യവും വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന 1-ാം മുദ്രയും 2028 2-ാം മുദ്രയും പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് സംഭവിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ഉദ്ഘാടനവും അതിനുശേഷമുള്ള സംഭവങ്ങളുമാണ്. ഇത് പടിവാതിൽ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും 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 ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ എഴുതി വെച്ചിട്ട് ഈ മാസം 23, 24, 25 തീയതികളിൽ എൻ്റെ ഭവനത്തോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങളിൽ ധ്യാനം നടക്കുകയാണ്. 2 ദിവസത്തെ ധ്യാനമുണ്ട്, 3 ദിവസത്തെ ധ്യാനമുണ്ട്. 3 ദിവസത്തെ ധ്യാനം അടുത്ത പ്രാവശ്യം നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ആരും വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷമുള്ളൂ. അതിനും പ്രശ്നമൊന്നുമില്ല. എനിക്ക് അത്രയും അധ്വാനം കുറഞ്ഞ് കിട്ടും. അതിന് വരാൻ താല്പര്യമുള്ളവർ വന്നാൽ അവർക്ക് എങ്ങനെ ഒരുങ്ങണമെന്നും വരും കാലഘട്ടങ്ങളിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതെന്നും വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിരിക്കുന്ന വചനങ്ങളിൽ കൂടെ നാം ജീവിക്കാൻ പഠിച്ചില്ല എങ്കിൽ നാം അനുഭവിക്കുന്ന വേദനയ്ക്ക്, നാം അനുഭവിക്കുന്ന യാതനകൾക്ക് ആരും ഉത്തരം തരാണ്ടായില്ല. കണ്ണുനീരിൻ്റെയും വേദനയുടെയും ആകുലതയുടെയും മുമ്പിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. 97 78 17 22 83 എന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് വരാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരനെ, അതിനായി നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.